ഐസ് ട്രേകൾ വളരെ ലളിതമാണ്. വെള്ളം നിറയ്ക്കാവുന്ന ചെറിയ ചെറിയ കളങ്ങളിൽ ഓരോന്നും വെള്ളം നിറയ്ക്കുക. എന്നിട്ട് നിങ്ങളത് ഫ്രീസറിൽ വെക്കുക. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾക്ക് കുറച്ച് ഐസ് കട്ടകൾ ലഭിക്കും. ഐസ് കട്ടകളുടെ പ്രശ്നം അത് കട്ടയാകാൻ കുറച്ച് സമയമെടുക്കും എന്നതാണ്. നിങ്ങൾ അത് വളരെ വേഗം പുറത്തെടുക്കുകയാണെങ്കിൽ പുറത്തൊരു തോടുപോലെ ഐസേ കാണും. അവ പെട്ടെന്ന് ഉരുകി നിങ്ങളുടെ ഐസ് കട്ട മുഴുവൻ വെള്ളമാകും. അത് പ്രയോജനപ്പെട്ടില്ല, അല്ലെ? ചില സമയങ്ങളിൽ ഐസ് കട്ടകൾക്കായി കാത്തിരിക്കുമ്പോൾ നാം ക്ഷമയോടെ കാത്തിരിക്കണം. പ്രത്യേകിച്ച് ചൂടുള്ള ദിവസത്തിൽ ഐസ് കട്ടകൾ കട്ടയാകുന്നത് വരെ നാം കാത്തിരിക്കണം. കാരണം അപ്പോഴാണ് അത് പ്രയോജനമുള്ളതാകുന്നത്. ജീവിതത്തിൽ ക്ഷമ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. കൊള്ളുകയില്ലാത്ത ദിവസങ്ങൾ അവസാനിക്കാൻ കാത്തിരിക്കുക ബുദ്ധിമുട്ടാണ്, അല്ലേ? നാം സഹനശീലം പഠിക്കേണ്ടതുണ്ടെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും അതിൻ്റെതായ സമയമെടുക്കും. കൂടുതൽ ക്ഷമയുള്ളവരാണ് നാമെങ്കിൽ ജീവിതം കൂടുതൽ ആസ്വദിക്കാം. കാരണം നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ സമയവും അക്ഷമയോടെ ചെലവഴിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ദൈവം നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്നത് നഷ്ടമാകും. ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് നല്ലത് അനുഭവിക്കാൻ കഴിയും. ക്ഷമ ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ് എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു. ഗലാത്യർ 5:22. എബ്രായർ 10:36 ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമെന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത തവണ നിങ്ങൾക്ക് അക്ഷമ തോന്നുമ്പോൾ ഐശ്വര്യയെ കുറിച്ച് ചിന്തിക്കുക. ഓർക്കുക, കാത്തിരിപ്പ് വിലമതിക്കപ്പെടുന്നതാണ്. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.